Hello everyone. So today in our video we are going to discuss about the area of a sector. Okay. So you know what is meant by a sector? Actually, sector is that part of circle which was enclosed by arc of a circle and two radius, okay, which is drawn from the center to the end points of the arc. Okay, so ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു സർക്കിൾ കാണാനായിട്ട് സാധിക്കും. ഈ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഭാഗമാണ് ആർക്ക് എന്ന് പറയുന്നത്. സോ ആർക്ക് ഈസ് എ പാർട്ട് ഓഫ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഓക്കെ, അപ്പോ ആർക്കിന്റെ എൻഡ് പോയിന്റ്സിലേക്ക് നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ നിന്നും വരയ്ക്കുന്ന റേഡിയസുകൾ ഇവർക്കിടയിൽ, that is ഇവര് മൂന്ന് പേരും, that is the arc and the two radius from the center to the end points of the arc, ഈ മൂന്ന് പേരും കൂടെ എൻക്ലോസ് ചെയ്യപ്പെടുന്ന സർക്കിളിന്റെ ഭാഗമാണ് നമ്മൾ സെക്ടർ എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എന്താ, ഇവിടെ ഞാൻ ഈ പിങ്കിഷ് ആയിട്ടുള്ള റീജിയൻ സെക്ടർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വൈറ്റ് പോർഷൻ എന്ന് പറയുന്നതും ഒരു സെക്ടർ തന്നെ അല്ലേ? ലുക്ക്, കാരണം എന്താ, നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും this is also a part of the circumference of the circle, that is it is also arc of the circle, and നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ആർക്കിന്റെ എൻഡ് പോയിന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ എൻഡ് പോയിന്റ്സിലേക്ക് സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന റേഡിയസ് എൻക്ലോസ് ചെയ്യപ്പെടുന്ന സർക്കിളിന്റെ ഉള്ളിൽ വരുന്ന ഭാഗമാണ് നമുക്ക് ഇതാ ഈ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ a sector of the circle. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം? അത് നമ്മൾ പറയുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്കിവിടെ കാണാൻ സാധിക്കും ദിസ് സെക്ടർ ഹാസ് ലാർജർ ഏരിയ ആൻഡ് ദിസ് സെക്ടർ ഹാസ് സ്മോളർ ഏരിയ. അപ്പോ ഈ ലാർജർ ഏരിയ ഉള്ള സെക്ടറിനെ നമ്മൾ വിളിക്കുന്നത് ആ പേരാണ് മേജർ സെക്ടർ. ഓക്കെ, ലാർജർ ഏരിയ ഉള്ള സെക്ടറിനെ നമ്മൾ മേജർ സെക്ടർ എന്ന് വിളിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും സ്മോളർ ഏരിയ ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? മൈനർ സെക്ടർ എന്നായിരിക്കും നമ്മൾ വിളിക്കുക. ഓക്കെ, മൈനർ സെക്ടർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സർക്കിളിന്റെ ഒരു ഭാഗം, ദാറ്റ് ഈസ് സർക്കിളിന്റെ ആർക്കും ആ ആർക്കിന്റെ എൻഡ് പോയിന്റ്സും സെന്ററിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്സ്, ദാറ്റ് ഈസ് റേഡിയസുകളും തമ്മിൽ എൻക്ലോസ് ചെയ്യപ്പെടുന്ന സർക്കിളിന്റെ ഭാഗമായ സെക്ടറിന്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സോ ലെറ്റ് us have a look on that. So look here, ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, I have provided the complete circle, a semicircle, a quadrant of a circle and a sector, a random sector. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ ഇത് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏരിയ ഓഫ് എ സെക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ എനിക്കൊരു സർക്കിൾ ഉണ്ട്. ഒരു സർക്കിളിന്റെ ഏരിയ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? The space enclosed by a circle is pi times the square of radius of the circle. So here we are provided with a circle of radius r. Okay, സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? r ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ അകത്ത് എൻക്ലോസ് ചെയ്യപ്പെട്ട ഏരിയ എത്രയായിരിക്കും? പൈ r സ്ക്വയർ സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും അല്ലേ? പൈ r സ്ക്വയർ സ്ക്വയർ യൂണിറ്റ്സ്. Okay, so now let me move to this case. Okay, now I am talking about a semicircle. Semicircle എന്ന് പറഞ്ഞാൽ എന്താണ്? half of a circle. Okay, so അപ്പോൾ ഒരു ഫുൾ സർക്കിളിന്റെ അകത്ത് എൻക്ലോസ് ചെയ്യപ്പെടുന്നത് പൈ r സ്ക്വയർ സ്ക്വയർ യൂണിറ്റ്സ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ഹാഫ് ഓഫ് എ സർക്കിൾ, ദാറ്റ് ഈസ് ഇൻ എ സെമി സർക്കിൾ, ഹാഫ് ഓഫ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി സർക്കിൾ ആയിരിക്കും എൻക്ലോസ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് എനിക്ക് പറയാൻ പറ്റും എന്താണ്, 1/2 പൈ r സ്ക്വയർ സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് മൂവിംഗ് ടു ദിസ് കേസ്, ക്വാഡ്രന്റ്, that is 1/4 of a circle. Okay, so ഒരു ക്വാഡ്രന്റിന്റെ അകത്ത് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? will be equal to the 1/4 times the total area of a circle. That is, I can write it is 1/4 pi r square square units എന്ന് പറയാനായിട്ട് സാധിക്കും. And you can see that this is a sector, this is also a sector. Okay, and നമുക്ക് ഇതിന്റെ എന്താണ്, ഇതിനെ ഈ ഒരു റേഡിയസുകൾ കോയിൻസൈഡ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ, റേഡിയസ് ഓഫ് ദ സർക്കിൾ രണ്ട് പേര് കോയിൻസൈഡ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്താൽ ദിസ് എൻറ്റയർ സർക്കിളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെക്ടറിന്റെ മറ്റൊരു ഫോമില് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവരുടെ എല്ലാവരുടെയും തന്നെ ഒരു പ്രത്യേകതയാണ് ഇവരുടെ സെൻട്രൽ ആംഗിൾ
വ്യത്യാസം വരുന്നുണ്ട്. ദാറ്റ് ഈസ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ രണ്ട് റേഡിയസുകൾക്ക് എൻക്ലോസ് ചെയ്യപ്പെടുന്ന ആംഗിൾ. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇവിടെ എനിക്ക് പറയാൻ പറ്റും ഫോർ എ സർക്കിൾ, ഒരു കംപ്ലീറ്റ് സർക്കിളിന് ദ ആംഗിൾ ഇൻസൈഡ് ദ സർക്കിൾ, ദ ആംഗിൾ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ ഇസ് 360 degree in measurement. Okay, so 360 degree ആണ് വരുന്നത്. Okay, so next നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും പറയാൻ പറ്റും ഇറ്റ് ഈസ് 180. Okay, കാരണം എന്താ, ഇവിടെ ഹാഫ് ഓഫ് ദി സർക്കിൾ ആണുള്ളത്. ഓക്കെ, അപ്പൊ 180 ആണ് ഇവിടെ വരിക. ഇവിടെ വരുമ്പോഴത്തേക്കും ക്വാർട്ടർ വരുമ്പോൾ എനിക്ക് എത്രയാ വരിക, 90 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിലേഷൻ കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഓക്കെ, എൻഡയർ 360 വരുന്നു. ഓക്കെ, സോ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, 360 ഓക്കെ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഏരിയ. ഇതേപോലെ ഇവിടെ നമ്മൾ 1/2 പകരം ഞാൻ 180 ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതിയാണ്. ഓക്കെ, സോ 180 ഡിവൈഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ് ആരുടെ ഏരിയ, സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഐ എം കൺസിഡറിംഗ് ദ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ. ഇവിടെ എനിക്ക് 1/4 ആൻഡ് ആംഗിൾ ഇസ് 90. 90 എന്ന് പറഞ്ഞ എന്താണ്, ഇസ് ദ 1/4 പാർട്ട് ഓഫ് 360. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ, 1/2 എന്ന് പറയുമ്പോൾ 1/2 പാർട്ട് ഓഫ് 360 ആണ് 180. That's why I have represented 1/2 as 180 divided by 360 here. Okay, so likewise ഇവിടെ എനിക്ക് പറയാൻ പറ്റും ഒരു ക്വാഡ്രന്റ് അകത്ത് 1/4 of the circle ആണുള്ളത്. സോ സെൻട്രൽ ആംഗിളിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സെക്ടറിന്റെ ഏരിയയ്ക്കും വ്യത്യാസം ഉണ്ടാകുന്നു. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ ഹാസ് എ ഇൻഫ്ലുവൻസ് ഓഫ് ദി ഏരിയ ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷനിലേക്ക് പോകുന്നത്. ഇങ്ങോട്ടേക്ക് നോക്കാം, 1/4 can be written as 90 divided by 360 into pi r square. Okay, am I right? Okay, ഇതുവരെയുള്ള നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നു, സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് ഐ ആം മൂവിംഗ് ടു ദിസ് കേസ്. ഇപ്പൊ ഇവിടെ ഓരോരുത്തരും നമ്മൾ എടുത്ത രീതി നോക്കാം. സെൻട്രൽ ആംഗിൾ ഓക്കെ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇവിടെ അങ്ങനെയാണ്, സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ഡിവൈഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇവിടെ നോക്കേ, സെൻട്രൽ ആംഗിൾ ഇസ് 90 ഡിഗ്രി ആൻഡ് 90 ഡിവൈഡ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. If I am talking about a circle with central angle x degree and radius r, then ഇവരിൽ നിന്നും എനിക്ക് എന്ത് പറയാം, similarly from the above cases I can write like x divided by 360 degree into pi r square units, and this is what we needed. That is the area of a sector as given by x divided by 360 into pi r square, where x is the central angle enclosed by the sector and radius is r, and r is the radius of the circle. So let us move to the generalization of this concept, the area of the sector of a circle. So here it is. If you are provided with a sector, okay, with central angle x degree and radius r, then the area enclosed by this sector is given by the equation theta divided by 360 into pi r square. You can call the central angle using the Greek alphabet theta or by English alphabet x. Okay, that will depend on you. Okay, നമുക്ക് theta എന്ന് വിളിക്കാം, x degree എന്നുള്ള രീതിയിൽ എടുക്കാം, x degree, y degree, any alphabet. And most common ആയിട്ട് നമ്മൾ ആംഗിൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് theta എന്ന് പറയുന്ന ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. So if the central angle is theta degree in measurement and the radius is r, then the area enclosed by a sector which is a part of a circle is given by the equation theta divided by 360 into pi r square units. Okay, so I hope this is very much clear for you, and thank you for watching.